നമസ്കാരം. ഞാൻ ഡോക്ടർ സുധാകരൻ കല്യാസ്, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നത് ഇന്നൊരു സാധാരണ സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലടക്കം സ്വന്തം കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്നതും കഴുത്ത് ഞെരിച്ചു കൊന്നതുമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടോ ഈ അടുത്ത കാലത്തായിട്ട് പ്രസവാനന്തരം ഉണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ കൂടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ വരേണ്ടതല്ല, പക്ഷെ ചിലത് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രസവത്തെ തുടർന്ന് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോണൽ വേരിയേഷനാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം. അവരുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകളുടെ അളവിലുണ്ടാവുന്ന മാറ്റം അവരെ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. ഇത് ഒരാഴ്ചയോ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ തുടർന്നേക്കാം. ഇതിനെ മറികടക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വളരെ ടോക്സിക് ആയിട്ട് മാറുകയും സൈക്കോസിസിലോട്ടൊക്കെ പോവുകയും ആത്മഹത്യാ പ്രവണതയും കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള ഒരു തോന്നലിലൊക്കെ എത്തിച്ചേർന്നേക്കാം. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഇന്ന് ഏറെക്കുറെ എല്ലാവർക്കും ധാരണയുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം സീരിയസ് ആയ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചല്ല, മറിച്ച് പ്രസവാനന്തരം ഉണ്ടാകുന്ന സാധാരണ സംഘർഷങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത ഇപ്പോഴത്തെ ഒരു തലമുറയെക്കുറിച്ചാണ്. ഞാനിത് പറയാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്ത് ഒരു 10-29 വയസ്സുള്ള ഒരു ലേഡി എന്നെ കാണാൻ വന്നു. അവർ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് സാർ എന്നാണ്. പക്ഷെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, അവര് വലിയൊരു സംഘർഷത്തെ തന്നെയാണ്. പക്ഷെ ആ സംഘർഷം എന്ന് പറയുന്നത് അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ അത്ര തീവ്രമല്ലെങ്കിലും ചില കാര്യങ്ങളെ കുറിച്ചുള്ള മുന്നൊരുക്കം ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നത്തിന് കാരണം തോന്നിയിരുന്നത്. ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അവര് അതുവരെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ജോലി ചെയ്ത് ആ ജോലിയുമായിട്ട് ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ ജോലിയിൽ അവരൊരു മികച്ച എംപ്ലോയി തന്നെയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവര് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ ഗർഭധാരണം 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോലി പോകാൻ പറ്റാണ്ടായി, ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നീട് കുറേ മാസങ്ങളോളം വീട്ടിലാവുന്നു. പ്രസവത്തെ തുടർന്ന് പിന്നെയും ഇനി അടുത്തൊരു ജോലി എപ്പോൾ എങ്ങനെ എന്നുള്ളൊരു ആശങ്കയായി. ഈ ആശങ്കയാണ് സത്യത്തിൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ പ്രസവാനന്തരം സന്തോഷത്തോടെ ജീവിക്കുന്നതിലോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സ്ത്രീയെ ചെന്നെത്തിച്ചത്. അപ്പം അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്ത 2-3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതിലൊന്ന്, ഏറ്റവും പ്രധാനം, വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹത്തിനോ പ്രസവത്തിനോ ഉള്ളൊരു തയ്യാറെടുപ്പ് വേണ്ടത്ര നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികളാകട്ടെ അല്ലെങ്കിൽ യുവാക്കളാവട്ടെ ഒരു 24-25 ഒക്കെ വയസ്സാകുമ്പോഴൊക്കെയാണ് വിവാഹത്തിലോട്ട് പോകുന്നത്. അതും താരതമ്യേന നല്ല പരിചയമുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ പ്രേമവിവാഹത്തിലൂടെയൊക്കെ അവര് ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എത്ര കാലം പരിചയമുണ്ടായാൽ പോലും വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ പലപ്പോഴും സീരിയസ് ആയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗർഭധാരണം പോലും അത് ആകസ്മികമാകുന്നു, ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്ന ഒന്നാകുന്നു. അതിലൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുന്നില്ല. കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കണം, എത്ര മക്കളുണ്ടാവണം, അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യം അവർക്കുണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർക്കാപ്പുറത്തുണ്ടാവുന്ന ഗർഭധാരണങ്ങൾ, അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് വലിയ പ്രശ്നത്തിലോട്ട് പോകും. ഇപ്പോൾ ഗർഭം ധരിക്കുന്നു, അന്നേരം ഇപ്പം അത് വേണ്ടിയില്ലെന്നാ തോന്നുന്നു, ഡോക്ടറുടെ അടുത്ത് പോകുന്നു, ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശവും വീട്ടുകാരുടെ സമ്മർദ്ദവും കാരണം അത് തുടരുന്നു. അങ്ങനെ തുടരുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കും. താൻ വേണ്ടാതെ ജനിച്ച ഒരു കുട്ടിയാണെന്നൊരു തോന്നൽ ചിലപ്പോൾ അവർ വന്നേക്കാം. അത് അവരുടെ അഡോളസെന്റ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവരുടെ വ്യക്തിത്വ പ്രശ്നങ്ങളിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം ഇതൊരു ഘടകമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ
തയ്യാറെടുപ്പുകൾ ഇല്ലാതെ ഗർഭധാരണത്തിൽ പോകുമ്പം ഒരു വലിയ മാനസിക സംഘർഷം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വന്ന പെൺകുട്ടിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോ ജോലിയൊക്കെ മാറ്റിവെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി, നിങ്ങൾക്കൊരു നല്ല ഒരു പെൺകുട്ടി ഉണ്ടായി. അവൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നിങ്ങൾ തന്നെ കൊടുക്കണം. അമ്മയിൽ നിന്നുള്ള സംരക്ഷണം അമ്മയിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പൊ അതിന് കുറച്ചു കാലം നിങ്ങൾ മനസ്സുകൊണ്ട് മാറ്റിവെച്ചേ പറ്റും. അതിനുശേഷം മാത്രമേ നിങ്ങൾ അടുത്തൊരു ജോലിയെക്കുറിച്ച് പോലും ചിന്തിക്കാവൂ. അല്ല, നിങ്ങൾ നേരത്തെ ഒരു ജോലിയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരു 6 മാസം പോലും ഇപ്പോൾ അവധി ലഭിക്കുന്നുണ്ട്. ഈ 6 മാസം കുട്ടിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ളതാണ്. അതിന് നിങ്ങൾ പിന്നീട് അതിനിടയിൽ വേറെ മറ്റു കാര്യങ്ങൾ വലിച്ചഴിച്ച് ഇങ്ങനെ മാനസിക സംഘർഷത്തിലേക്ക് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അതിന് തയ്യാറെടുക്കുക. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ കുട്ടിയിൽ ഉണ്ടാക്കിയപ്പോൾ, ഈ ലേഡിയിൽ ഉണ്ടാക്കിയപ്പോൾ അവർ വലിയ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. ശരിയാണ്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചു കാലം മാറ്റി വെച്ചേ പറ്റൂ, അതിനുശേഷം മതി എൻ്റെ ജോലിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കാൻ എന്നുള്ള തയ്യാറെടുപ്പിലേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഗർഭധാരണത്തെക്കുറിച്ച്, പ്രസവാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ധാരണ, ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പോസ്റ്റ്മോർട്ടം സംഘർഷങ്ങൾ ലഘൂകരിക്കാം, അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതും അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതൊന്നാണ്. 2, ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു സ്ത്രീ പ്രസവത്തിലേക്ക് വരുമ്പം സത്യത്തിൽ അവരുടെ ഒരു 2ാം ജന്മമാണ് അവിടെ നടക്കുന്നത്, അല്ലേ? ഒരു പെൺകുട്ടി ഭാര്യയാവുക എന്ന് പറയുന്നതും അമ്മയാവുക എന്ന് പറയുന്നതും അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. അപ്പോൾ അമ്മയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ എന്താണ് എന്ന് പഠിച്ചിരിക്കണം. ഇപ്പം നമ്മുടെ യുവാക്കളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, പക്ഷെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരു എനിക്ക് സംശയമുണ്ട്. ഇതിൽ പറയാനൊരു കാര്യം, പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആയിരുന്ന കാലത്ത് ഒരു പെൺകുട്ടി വിവാഹപ്രായത്തിലെത്തുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് അറിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അവര് കുടുംബത്തിൽ നടക്കുന്ന പ്രസവങ്ങള് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്, അവർ കണ്ടിട്ടും അവർ സഹായിച്ചിട്ടും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഏകദേശ ധാരണയുണ്ടാവും. പക്ഷെ ഇന്ന് അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ അവസ്ഥ എന്താ? നമ്മുടെ ഒരു വീട്ടില് സത്യത്തില് 2 കുട്ടികളുടെ ഒരു വീട്ടില്, അത് മൂത്ത പെൺകുട്ടിയോ ഇളയ പെൺകുട്ടിയോ ആവട്ടെ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അതിനു മുമ്പ് ഒരു പ്രസവം, അതിനെ തുടർന്നുള്ള ചികിത്സാ രീതികൾ, ശുശ്രൂഷകൾ ഒന്നും തന്നെ ഇതിനു മുമ്പ് അടുത്ത് പരിചയം ഉണ്ടാവില്ല. കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ പ്രസവിച്ചിട്ടുണ്ടാവും, ഒന്ന് പോയി കണ്ടിട്ടുണ്ടാവും, പക്ഷെ അടുത്ത് പരിചയം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വേണ്ടത്ര അറിവുണ്ടാവുന്നില്ല. അപ്പോൾ അവനവന്റെ കാര്യത്തിലേക്ക് വിഷയം വരുമ്പം പ്രസവാനന്തരം എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് വേണ്ടത്, എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത്, കുട്ടിയെ വളർത്താൻ എന്തൊക്കെ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാനായ പ്ലാറ്റോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി ജനിക്കുന്നതിന് 100 വർഷം മുമ്പ് അവന്റെ വിദ്യാഭ്യാസം തുടങ്ങണം എന്നാ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു കുട്ടി ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെ മറ്റുള്ളവർക്കോ ആ കുട്ടി എങ്ങനെ വളരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ധാരണയും ഉണ്ടാവണം. ഇവിടെ പ്രസവത്തെ തുടർന്നുണ്ടാവുന്ന മാനസികം ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ച് ഈ അമ്മയാവുന്ന ആൾക്ക് നല്ല ബോധ്യമുണ്ടാവണം. ബോധ്യം എന്ന് മാത്രമല്ല, അറിവുണ്ടാവണം. എന്തൊക്കെയാണ്, കുട്ടിയെ എങ്ങനെ വളർത്തണം, കുട്ടിയുടെ ശുശ്രൂഷ രീതികൾ എന്താണ്, പോഷകാഹാരങ്ങൾ എങ്ങനെയാണ്, കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങൾ എങ്ങനെയാണ്, അത് അവരുടെ വളർച്ചയിൽ തന്നെ ഡിലേ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാവണം. ആ ധാരണയില്ലെങ്കിൽ വലിയൊരു ആശങ്ക, എല്ലാം പുതിയതായിട്ട് വരികയും ആ പുതിയത് ഏറ്റെടുക്കാൻ പറ്റാതെ ആവുകയും അത് മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ വലുതായിട്ട് തോന്നുകയും ചെയ്യും. ഇനി 3ാമതൊരു കാര്യം ഇതിനെക്കുറിച്ചുള്ള ഭയമാണ്. ഇത് ഭയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭയമൊക്കെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കുറഞ്ഞു വരേണ്ടതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു, അത് പുറത്തു വരണം. അപ്പം അതിനുള്ള ഒരുപാട് സാഹസികങ്ങളും സംഘർഷങ്ങളും കടന്നു പോകണം. അപ്പം അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഭയം കൂടിയേക്കാം. ഈ ഭയം ഫ്രസ്ട്രേഷൻസിലേക്ക് വഴിതെളിക്കും. ഈ ഭയം അതോടൊപ്പം തന്നെ ക്ഷമയില്ലായിക, ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം ക്ഷമിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് കുറേ കാലം ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ല, രാത്രി കൃത്യമായിട്ട് ഉറക്കുണ്ടാവില്ല, കുഞ്ഞ് രാത്രി ഉണർന്നിരുമ്പം അതിന് മുലയൂട്ടേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ വളരെ ക്ഷമയോടെ കൂടി അതിനെ പരിപാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് ഭൂമി ദേവിയോളം ക്ഷമ വേണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പം ഈ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും അസ്വസ്ഥതകൾക്ക് കാരണമാവും. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്,
കല്യാണത്തിന് തയ്യാറെടുക്കുന്നത് പോലെ തന്നെയാണ് ഒരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പ്. അമ്മയാവാനുള്ള തയ്യാറെടുപ്പ് പോലെ തന്നെയാണ് അതിനെക്കുറിച്ചുള്ള അറിവ് നേടുക എന്നുള്ളത്. ഇപ്പം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉള്ള കാലമാണ്, പക്ഷെ അത് എത്ര പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? അതുപോലെ അത് ഉൾക്കൊള്ളാനുള്ള ക്ഷമയും ഒരു കരുത്തും ഒരു മെന്റൽ സ്ട്രെങ്ത്തും ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടെ പ്രസവിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനാവാൻ പോകുന്ന ഒരാള്, അയാളും നല്ല രീതിയിൽ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതായത് പെൺകുട്ടിയിൽ പ്രസവാനന്തരം ഉണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് ധാരണയുണ്ടാകുമ്പം അവരെ മനസ്സിലാക്കാൻ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മെൻസ്ട്രേഷൻ പീരീഡിലൊക്കെ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊന്നും പുരുഷന്മാർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഭർത്താക്കന്മാർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ പ്രസവാനന്തരം ഇവർ എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നതിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ സംഘർഷങ്ങളെ ലഘൂകരിക്കാനും ഇങ്ങനെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രസവാനന്തര സംഘർഷങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഏറെക്കുറെ നല്ലൊരു ശതമാനവും കൈകാര്യം ചെയ്യാനും സധൈര്യം മുന്നോട്ട് പോകാനും നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാനും സാധിക്കും. ഈ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയും അറിവും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.